നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 4 ദിവസങ്ങൾക്കപ്പുറം യുവേഫ സൂപ്പർ കപ്പിൽ ആസ്റ്റൺ വില്ലയ്ക്കെതിരെ കളിക്കാനുള്ളതാണ് PSG-ക്ക്. പക്ഷേ ഇന്ന് നടന്ന പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരത്തിൽ അവരെ സമനിലയിൽ കുരുക്കിയിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. 1-1 സമനില. എംബായയാണ് PSG-യുടെ ഗോൾ കണ്ടെത്തിയത്. ബ്രിയാൻ എംബ്യൂമോയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് ഗോൾ നേടിയത്. മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ എംബ്യൂമോയും ഡോർഗുവും അതുപോലെ മാറ്റ് ഡിയാലോയും ഒക്കെയാണ് ഒരുമിച്ചിറങ്ങിയത്. മേസൺ മൗണ്ട് പരിക്ക് പറ്റി 20ാമത്തെ മിനിറ്റിൽ തന്നെ കളിക്കളം വിടുന്ന അവസ്ഥയുണ്ടായി. മധ്യനിരയിൽ ആൻഡ്രി സാൻഡോസ് മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. മറുഭാഗത്ത് കിച്ച കർഡസ്കേലിയും അതുപോലെ ആദം അയാരിയും എംബായയും ഒക്കെ ചേർന്നുകൊണ്ടാണ് PSG-യുടെ മുന്നേറ്റങ്ങൾ ആദ്യ 11-ൽ നയിച്ചത്. കളിയുടെ തുടക്കത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് ആകുമ്പോഴേക്കും ഗോളടിക്കുന്ന PSG-യാണ് നമ്മൾ കണ്ടത്. എംബായയുടെ ഗോള് ഒരു സൂപ്പർ ടീം മൂവാണ്. അത് ഇനീഷ്യേറ്റ് ചെയ്തത് മയൂലു ആയിരുന്നു. കിച്ച കഴസ്കേലിയ ഡ്രോ അങ്ങനെ പോയി. ഒടുവിൽ എംബായെ ഗോളടിച്ചു 2ാമത്തെ മിനിറ്റിൽ തന്നെ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 33ാമത്തെ മിനിറ്റിലാണ് ഈക്വലൈസ് ചെയ്യുന്നത് എംബ്യൂമോയിലൂടെ. അതും മികച്ച രൂപത്തിലൊരു നീക്കത്തിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ക്വാക്കബയുടെ ഒരു ലൂസ് ബോൾ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് യുണൈറ്റഡ് ഉണ്ടാക്കിയ നീക്കത്തിൽ നിന്നാണ് ആ ഒരു ഗോൾ പിറക്കുന്നത്. 1-1 സമനില. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെയാണ് ബെറ്റർ ടീം എന്ന് തോന്നിച്ച രൂപത്തിലാണ് കളി ആദ്യ പകുതിയിൽ മുന്നോട്ട് പോയത്. സഫനോവ് പാരീസ് സെന്റ് ജർമനെ പല ഒക്കേഷനുകളിലും രക്ഷപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് മസ്രോയിയുടെ ഒരു ഫ്രീ കിക്ക്, അതുപോലെ തന്നെ എംബ്യൂമോയുടെ ഒരു പവർഫുൾ ഷോട്ട് ഒക്കെ അദ്ദേഹം രക്ഷപ്പെടുത്തിയെടുത്തതാണ്. എന്നാൽ 64 മിനിറ്റ് ആകുന്ന ഘട്ടത്തിൽ മാർക്കിഞ്ഞോസും വിറ്റീഞ്ഞയും ജാവോ നെവസും ന്യൂനോ മെൻഡസും കളിക്കളത്തിലേക്ക് വന്നു. അത് തീർച്ചയായിട്ടും PSG ഒന്ന് ഉണർത്തി. PSG കുറച്ചുകൂടി നന്നായിട്ട് അതിനുശേഷം കളി കൺട്രോൾ ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അവർക്ക് ലീഡ് പിടിക്കാൻ പറ്റിയില്ല. കിച്ച കഴസ്കേലിയ നിയർലി സ്കോർ ചെയ്തു എന്ന രൂപത്തിൽ വന്നു സ്റ്റോപ്പേജ് ടൈമിൽ. മറുഭാഗത്ത് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെയും ഒരു കിടിലൻ ഷോട്ട് ഉണ്ടായിരുന്നു, വൈഡായി പോയത്. അങ്ങനെ ഒടുവിൽ മത്സരം 1-1 സമനിലയിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ തീർച്ചയായിട്ടും PSG-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുവേഫ സൂപ്പർ കപ്പിലെ പോരാട്ടമുണ്ട്. അതിനു വേണ്ടിയിട്ട് ആരാധകർ കാത്തിരിക്കുകയാണ്. ആസ്റ്റൺ വില്ലയ്ക്കെതിരെയാണ് ആ ഒരു കളി വരുന്നത്. PSG-യെ സംബന്ധിച്ചിടത്തോളം അത് ഓഗസ്റ്റ് 13 പുലർച്ചെ 12:30 ആ കളി. ഇപ്പോൾ ഇതിനു മുമ്പ് മയോർക്കെതിരെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രീ സീസൺ ഫ്രണ്ട്ലിയിൽ. കഴിഞ്ഞ UCL ഫൈനലിൽ ആഴ്സണലിനോട് 1-1 സമനില. പിന്നീട് ഷൂട്ടൗട്ടിലൂടെയാണല്ലോ PSG കിരീടം ചൂടിയിരുന്നത്. അങ്ങനെയാണ് അവരിപ്പോൾ സൂപ്പർ കപ്പിലേക്ക് വരുന്നത്. സൂപ്പർ കപ്പിൽ നമുക്കറിയാം UCL ചാമ്പ്യന്മാരും അതുപോലെ തന്നെ യൂറോപ്പ ലീഗ് ചാമ്പ്യന്മാരും തമ്മിലാണ് കളി. ആസ്റ്റൺ വില്ലയ്ക്കെതിരെ PSG എന്ത് തരത്തിലുള്ള പെർഫോമൻസ് നടത്തും കാത്തിരുന്ന് കാണാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അവർ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ 2-1 വിജയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ റോസൻബർഗിനെതിരെ 5-0 വിജയിച്ചിട്ടുണ്ടായിരുന്നു. റക്സാമിനോട് അവർ ക്ലബ് ഫ്രണ്ട്ലിയിൽ തോറ്റിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ബാക്കി 2 ഫ്രണ്ട്ലികളും മോശമല്ലാത്ത റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. യുണൈറ്റഡ് ഇത്തവണ വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.